നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന 17-കാരിയെ കഴുത്ത് ഞെക്കിപ്പിടിച്ച് ആഭരണം കവർന്ന കേസിൽ മാതൃസഹോദരിയും ഭർത്താവും പിടിയിൽ. പെൺകുട്ടിയുടെ മാതാവിന്റെ അനിയത്തി കോഴിച്ചന സ്വദേശി 35-കാരിയായ കുന്നത്തേടത്ത് സവീറ, ഇവരുടെ ഭർത്താവ് കോഴിച്ചന സ്വദേശി പുനത്തിൽ ലത്തീഫ് എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങര വലിയോറ അടക്കാപ്പുര ചെള്ളി ഹനീഫയുടെ മകൾ ഫാത്തിമ നജിയുടെ ആഭരണങ്ങളാണ് ബുധനാഴ്ച അർദ്ധരാത്രി 12:30 കവർന്നത്. തെന്നല മൂച്ചിപ്പാറയിൽ ഹനീഫയുടെ ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു കവർച്ച. ഉമ്മയുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഫാത്തിമ നജ. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ ഞെക്കി വായ പൊത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കഴുത്തിലും കയ്യിലുമുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണ്ണമാലയും വളയും അഴിച്ചെടുക്കുകയായിരുന്നു. കൂടാതെ മുറിയിൽ നിന്ന് മൊബൈൽ ഫോണും 2000 രൂപയും കവർന്നിരുന്നു. തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് വിശദമായി നടത്തിയ പരിശോധനയിൽ ലോക്ക് പൊട്ടിച്ചിട്ടില്ലെന്ന് മനസ്സിലായതോടെ ലോക്ക് തുറന്നാണ് അകത്ത് കയറിയതെന്നും അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ആരുടെയോ സഹായത്തോടെയാണ് പ്രതി ഉള്ളിൽ കടന്നതെന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു. ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കിയാണ് പോലീസ് ലത്തീഫിനെ പിടികൂടിയത്. വീട്ടുകാരോടും നാട്ടുകാരോടും ഗൾഫിലാണെന്ന് പറഞ്ഞ് 3 മാസത്തോളമായി കോട്ടക്കലിൽ ഒരു മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇയാൾ. SIമാരായ രഞ്ജിത്ത്, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ മുതൽ ടവർ ലൊക്കേഷൻ നോക്കി നടത്തിയ പരിശോധനയിൽ ഉച്ചയോടെയാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടിയുടെ മാതാവിൻ്റെ സഹോദരിയും പ്രതിയുടെ ഭാര്യയുമായ സവീറയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് മനസ്സിലായത്. പെൺകുട്ടി വിരുന്നിന് വന്ന ദിവസം സവീറ ഭർത്താവിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഭർത്താവിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായി സവീറ വാതിൽ തുറന്നിടുകയും ചെയ്തു. ഇതിലൂടെയാണ് ലത്തീഫ് അകത്ത് കയറിയത്. തുടർന്നാണ് 17-കാരിയുടെ മുറിയിൽ കയറി കഴുത്തിൽ ഞെക്കി വായ പൊത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കഴുത്തിലും കയ്യിലുമുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണ്ണമാലയും വളയും അഴിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.